ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം തന്നെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാളൊക്കെ ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ദോശ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സെയിം കപ്പിൽ തന്നെ 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മൈദ എടുത്ത ആ ഒരു അളവിൽ തന്നെയാണ് ഞാനിവിടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ദോശ ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കൂടുതൽ സമയം നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ദോശൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ബാറ്ററും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പരന്നിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മുട്ട നല്ലപോലെ ആ ഒരു പാലിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പാനാണോ ഉള്ളത് അതിനനുസരിച്ച് പാൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ദോശ ആ ഒരു മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ ആ ഒരു കൂട്ട് നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പുറത്തൊന്നും പോവാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ദോശ ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ലെയർ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ദോശ ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മുട്ട വെച്ച് കൊടുക്കുക. ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ദോശ ലാസ്റ്റിൽ വരുന്ന ആ ഒരു ദോശൻ്റെ മുകളിൽ ഫില്ലിങ് വരാത്ത രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു മുട്ടേൻ്റെയും പാലിൻ്റെയും മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ്മേ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പത്തിരിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു വേറെ പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാനിൽ ഒരല്പം നെയ്യ് പുരട്ടിയിട്ട് വേണം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനെടുത്ത ആ ഒരു അളവിൽ എനിക്ക് 7 ദോശയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 7 ലെയറിലുള്ള ചട്ടിപ്പത്തിരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.